ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെന്മല പോവുകയാണ് സുഹൃത്തുക്കളെ. തെന്മലയിലെ പള്ളം വെട്ടി സാഡിൽ ഡാം എന്ന് പറയുന്ന ഡാമിലെ കാഴ്ചകളും പിന്നെ ഈ വഴിയോര കാഴ്ചകളും പിന്നെ അവിടുത്തെ കുട്ടവഞ്ചി എക്സ്പീരിയൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തെന്മല എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തെന്മല എത്തിയില്ല, തെന്മല പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു റബ്ബറിൻ തോട്ടം കണ്ടിട്ട് അങ്ങനെ ഇവിടെ നിർത്തിയതാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ശരി, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ റബ്ബറിൻ തോട്ടം. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ഇൻട്രോയൊക്കെ എടുത്ത് പിന്നെയും യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ഈ യാത്രയിൽ പോകുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ആ ഡാമിലേക്ക് എത്തുന്നത് വരെയും വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യണം, കുറച്ച് സമാധാനം വേണം എന്നൊക്കെ ആണെങ്കിൽ വണ്ടി എടുക്കുക, ഒറ്റയ്ക്ക് അങ്ങോട്ട് വരിക. ഈ വഴിയെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് എന്ത് ഭംഗിയാണ്. അത് ആസ്വദിച്ചങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പകുതി റിലാക്സ് ആവും. പിന്നെ ഇവിടെ വളരെ തിരക്ക് കുറഞ്ഞ റോഡാണ്. ഞാൻ വന്ന സമയത്ത് എന്തായാലും വണ്ടികൾ വളരെ കുറവായിരുന്നു. ഇനി എങ്ങനെയാണെന്നറിയില്ല, കണ്ടിട്ട് അങ്ങനെ കൂടുതൽ വണ്ടികൾ വരുന്ന റോഡാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ തന്നെ ഒരു ഉച്ച സമയത്തൊക്കെയാണ് വന്നത്. എന്നിട്ട് രാവിലെ ഒരു 11 മണി സമയമൊക്കെ ആയിക്കാണ് ഇവിടെ എത്തിയപ്പോൾ. എന്നിരുന്നാൽ പോലും വളരെ വണ്ടി കുറവായിരുന്നു. 1-2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലായി. നമുക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിച്ച് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. ഇതാണ് തെന്മലയിലെ ഭാഗമായ പള്ളം വെട്ടി സാഡിൽ ഡാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, തെന്മല ഡാമിൽ നിന്നുള്ള വ്യൂ എല്ലാം കണ്ടു. ഇനി അടുത്ത് കുട്ടവഞ്ചി ട്രൈ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ കുട്ടവഞ്ചി കയറാൻ പോകുന്നത്. ബോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ട്. കുട്ടവഞ്ചി വേറൊരു വൈബായിരിക്കത്തില്ലേ. അപ്പോൾ പിന്നെ അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ 2 പേർക്ക് കൂടി 300 രൂപയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അങ്ങനെ ഒരു തരത്തുള്ളൂ. പിന്നെ 300 രൂപയുടെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ പോവുക. ഓക്കെ. ഇവിടെ എങ്ങനെ ആനയൊക്കെ വരുമോ? ഇവിടെ ചില സമയത്ത്, എപ്പോഴും ഇല്ല. വെള്ളമൊക്കെ കുറഞ്ഞു കിടക്കില്ലേ? ഇപ്പൊ ഇതിനേക്കാളും വെള്ളം ഉണ്ടാവൂല്ലേ? ഇല്ലില്ല, ഇവിടെ കുറേയൊക്കെ. ഓക്കെ. ഇപ്പൊ കൂടുതലല്ലേ? പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇവിടെ വെള്ളമൊക്കെ കുറയുന്ന സമയത്ത് ആനകൾ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ടെന്നാ.
ഞാൻ ഈ രണ്ടാളുടെ ടിക്കറ്റ് ഒരുമിച്ച് എടുത്തിട്ട് വന്നത് കൊണ്ട് പുള്ളിക്കാരൻ എനിക്ക് ഈ മരങ്ങളുടെ ചില്ലയൊടിച്ച് അതിനകത്തുള്ള കാഴ്ചകൾ വരെ അടിപൊളിയായിട്ട് കാണിച്ചു തന്നായിരുന്നു. എത്ര സമയം സർവീസ് ഉണ്ട്? രാവിലെ 9 തൊട്ട് വൈകിട്ട് 5:30. ഓക്കെ. തിരക്കുണ്ടെങ്കിൽ നമ്മൾ 6 മണിയിലൊക്കെ നീങ്ങും. കുഴപ്പമില്ല, വിട്ടോ വിട്ടോ. ഇവർ ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഇതിനകത്ത് നമ്മളെ റൗണ്ട് അടിപ്പിക്കും. ഒരുപാട് ദൂരം അങ്ങനെ പോകത്തില്ല, എന്നാലും ഒരു കുറച്ച് കാണാൻ ചന്തമുള്ള ഏരിയയിൽ അത്രയും അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെയാണോ? ഓ, സൈഡിലാണല്ലേ ആഴം കൂടുതൽ. പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ഇപ്പൊ നമ്മളെ കാണുന്ന ലെഫ്റ്റ് സൈഡില് ആണ് ഏകദേശം അവിടെയാണ് ഒരുപാട് ആഴമുള്ള ഏരിയ എന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിൽ പിന്നെ അങ്ങനെ കുട്ടവഞ്ചി ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയാണ്. എനിക്ക് ടു ബി ഹോണസ്റ്റ് ഒരു പേടിയും തോന്നിയില്ല. വളരെ സേഫ് ആയിട്ടാണ് ഇരുന്നത്. നമ്മളൊരു ബോട്ടിൽ പോകുന്ന പോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റും കുട്ടവഞ്ചി ആകുമ്പോൾ. ബോട്ടാകുമ്പോൾ ഇടയിൽ കൂടി കാണുന്നതല്ലേ ഉള്ളൂ. ഇത് മൊത്തം നമുക്ക് ആസ്വദിച്ചു പോവാം. അങ്ങനെ പേടിക്കാനായിട്ടൊന്നുമില്ല, വളരെ സേഫാണ്. ഒരു അനക്കവും ഇല്ല, നല്ല സ്മൂത്ത് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. വണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് വേണം അകത്തോട്ട് കയറി വരാൻ, അല്ലെങ്കിൽ ഇവന്മാര് തിരിച്ചു വരുമ്പോൾ ഈ സാധനം കൊണ്ട് പോകും. പിന്നെ ഇവിടെയാണ് എൻട്രൻസ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കയറേണ്ടത്. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യന്റെ കയ്യിൽ ഒരു ഐസ്ക്രീം ഇരുന്നു, അതും തട്ടിപ്പറിച്ച് ഒരുത്തരുന്ന് തിന്നുന്നത് കണ്ടോ. പിന്നെ ഇവിടെ കുറച്ച് കുസൃതി പിടിച്ച കുരങ്ങന്മാരാണ് ഇവിടെ ഉള്ളത്. സൂക്ഷിച്ച നമുക്ക് കൊള്ളാം. ഇതേതാ പട്ടി? എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഒരമ്മയും കുഞ്ഞിനെയും കണ്ട. അമ്മയും കുഞ്ഞുമായിരിക്കണം. ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ കൊണ്ടിട്ട് വണ്ടിയുടെ പുറത്ത് കയറിയിരിക്കുക. നമ്മൾ കയറുന്ന എൻട്രൻസിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചേട്ടന്റെ കുലുക്കി സർബത്ത് കട ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു നാരങ്ങ സർബത്ത് അടിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അടുത്ത ലൊക്കേഷൻ തെന്മല എക്കോ ടൂറിസത്തിലെ ലെഷർ സോൺ ആണ്. അപ്പൊ ലെഷർ സോണിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.